സാറേ നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കിച്ചണിനകത്ത് പറഞ്ഞ ചില ഓൾട്രേഷൻസും അതേപോലെ തന്നെ ബെഡ്റൂമിന്റെ വാർഡ്രോബും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്ററുമാണ്. അപ്പം കിച്ചണിനകത്ത് നമ്മൾ ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വിക്കർ ബാസ്ക്കറ്റ് വരുന്നു. നേരത്തെ നമ്മൾ ഡബിൾ ഡ്രോയർ ആയിരുന്നു. ആ ഡ്രോയർ മാറ്റിയിട്ട് വിക്കർ ബാസ്ക്കറ്റ് ഈ 3 വിക്കർ ബാസ്ക്കറ്റ് അല്ലാതെ വേറൊരു ഇതും കൂടെ ഉണ്ട്. ഒരു വിക്കർ ബാസ്ക്കറ്റും ഒരു ഡ്രോയറും ഉള്ള ഒരു യൂണിറ്റും കൂടെ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാനിതായാലും ഇത് 3 വിക്കർ ബാസ്ക്കറ്റ് എന്നുള്ള രീതിയിലാണ്. മേലത്തേത് കുറച്ച് ചെറുതായിരിക്കും, താഴത്തേതും ചെറുതായിരിക്കും, നടുക്കത്തേതും ചെറുതായിരിക്കും, താഴത്തേത് കുറച്ചുകൂടെ വലിപ്പമുള്ളതായിരിക്കും. അങ്ങനെ 3 വിക്കർ ബാസ്ക്കറ്റ്, സിങ്കിന്റെ യൂണിറ്റ്, അത് കഴിഞ്ഞാൽ ഈസ്റ്റ് വോളിനകത്ത് നോർമൽ കോർണർ യൂണിറ്റ്. ഇതൊക്കെ ഞാൻ 3D വ്യൂവിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇപ്പൊ ഞാനിത് പ്രോസ്പെക്റ്റീവ് വ്യൂവിനകത്ത് ആയതുകൊണ്ടാണ് അതിനകത്തൊന്നും ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. അത് കഴിഞ്ഞാൽ ഹോബിന്റെ യൂണിറ്റ്, പിന്നെ സൗത്ത് പോളിനകത്ത് വരുമ്പം പാൻട്രി യൂണിറ്റ്, ഇത് നോർമൽ കോർണർ യൂണിറ്റ്. ഇതിന്റെ ഒരു ഫ്രീ സ്റ്റൈലിനകത്ത് ഈ ഫ്രീ സ്റ്റൈൽ വ്യൂവിനകത്ത് ഇതുപോലെ വിക്കർ ബാസ്ക്കറ്റ് നമുക്ക് ഈ ഓണിയന്, പൊട്ടറ്റോ ഇതുമാതിരിയുള്ള സാധനത്തിനൊന്നും ചൂട് പാടില്ല. അപ്പൊ അതിന് ഈ എയർ സർക്കുലേഷൻ വേണം എന്നുള്ള രീതിയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാനും ടൊമാറ്റോ അതുമാതിരിയുള്ള സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. ഇത് സിങ്കിന്റെ യൂണിറ്റിനകത്ത് വേസ്റ്റ് ബിന്നും ഡിറ്റർജന്റ് റാക്കും വരും. ഇത് ഞാനൊരു ഡിറ്റോ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഈ രീതിയിലല്ലാതെ നമുക്ക് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഇത് കോർണർ യൂണിറ്റ്, നോർമൽ കോർണർ യൂണിറ്റ്, ഡബിൾ ഡോർ കോർണർ യൂണിറ്റ് ഇടാനുള്ള കൺസ്ട്രെയിൻ ഉണ്ട്. പിന്നെ നമുക്ക് മേളിൽ 17 സെന്റിമീറ്റർ കട്ട്ലറി വെക്കാനുള്ള ഒരു ഇതും, അതേപോലെ തന്നെ താഴെ പ്ലേറ്റും കുക്കറും ഒക്കെ വെക്കാൻ പറ്റുന്ന 52 സെന്റിമീറ്റർ ഡെപ്തുള്ള യൂണിറ്റ്. ഇത് കഴിഞ്ഞാൽ 2D പുള്ളൗട്ട്, നോർമൽ 2D പുള്ളൗട്ട്, എണ്ണ അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ. ഇതിന് ശേഷം വെസ്റ്റ് സൈഡിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നോർമൽ കോർണർ യൂണിറ്റും ഒരു പാൻട്രി യൂണിറ്റുമാണ് ഫ്ലോർ യൂണിറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഈ പാൻട്രി യൂണിറ്റിനകത്ത് കസ്റ്റമറിന്റെ ഒരു ചോയ്സ് താഴെ ഒരു ബിന്നും മേളില് അതിന്റെ പ്രൊഫൈലും വരുന്ന രീതിയിൽ. പക്ഷെ അങ്ങനത്തെ ഒരു ഈ പാൻട്രി യൂണിറ്റിന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. ആ പ്രൊഫൈലിൽ നിന്നാണ് ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ആ പ്രൊഫൈൽ താഴെ വരെയുള്ള പ്രൊഫൈൽ അത് നമുക്ക് ഹാഫ് ആയിട്ടുള്ള രീതി കിട്ടത്തില്ല. അപ്പം താഴെ ബിന്നും ഇതുപോലെ രണ്ട് കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് വരുന്നില്ല. ഏതെങ്കിലും ഒരു ടൈപ്പ് നമുക്ക് പല വേരിയബിൾ ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു അതായത് ഈ പാൻട്രി യൂണിറ്റിനകത്ത് നമുക്ക് ഫുള്ള് ഒറ്റ യൂണിറ്റ് ആയിട്ടേ കിട്ടും ഈ ആക്സസറീസ്. ഇത് ഹാഫ് വരെ നമുക്ക് നിർത്തിയിട്ട്
അങ്ങനെ ഒരു രീതിയിലല്ല. മാത്രമല്ല ഇതിന്റെ ഈ ഡോറിലെ യൂണിറ്റും ഈ ഫ്ലോറിന്റെ യൂണിറ്റും എല്ലാം ഇത് അടയ്ക്കുമ്പോൾ തുറക്കുമ്പം ഇത് ചെറുതായിട്ട് മുന്നോട്ട് കയറി വരും ഈ ബാക്കിലെ യൂണിറ്റ്. അതിനൊരു ഈ പ്രൊഫൈലിൽ കണക്ടിങ് ഒരു റാഡൊക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് അതുകൊണ്ട് അങ്ങനത്തെ ഇത് പറ്റത്തില്ല. പക്ഷെ നമുക്ക് വേറെ പല ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. ഞാൻ അതിന്റെ ഫോട്ടോസ് അയച്ചുതരാം. നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഇതല്ലാതെ താഴെ ഡ്രോയർ നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേറെ യൂണിറ്റ്സുകൾ നമ്മുടെ പൈപ്പ് ലൈനിനകത്ത് ഉള്ളതിനകത്ത് പറ്റുമെന്നുള്ളത് സാറിന് നോക്കാൻ പറ്റും. ഇത് നോർമൽ സ്റ്റോറേജ് യൂണിറ്റ്. പിന്നെ അണ്ടർ ദ സിങ്ക് ആണ് നമ്മൾ വാട്ടർ പ്യൂരിഫയർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു GTPT യൂണിറ്റും ഒരു 90 സെന്റിമീറ്റർ ഹൈറ്റിന്റെ വോൾ യൂണിറ്റ്. അപ്പം ഇതാണ് കിച്ചണിനകത്തുള്ളത്. പിന്നെ നമ്മൾ ലോഫ്റ്റിന്റെ യൂണിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കിച്ചണിനെ സംബന്ധിച്ചുള്ള കാര്യം. ഇനി ഈ ബെഡ്റൂമിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തേക്കാം, എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. നമുക്ക് ബെഡ്, വാർഡ്രോബ് എല്ലാ കാര്യങ്ങളും ഗാൽവനൈസ്ഡ് ടൈൻ ഷീറ്റിലാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഈ ഷീറ്റ് ചെയ്യുന്ന വരുന്ന കാരണം തന്നെ ഇത് ഡ്യൂറബിൾ ആയിരിക്കും, സ്റ്റഡി ആയിരിക്കും, സൗണ്ട് കാര്യങ്ങളോ ഒന്നും പ്രശ്നം വരത്തില്ല. ഈ ബെഡ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് നോർമൽ, സിംഗിൾ, ഡബിള്, ക്വീൻ സൈസ്, കിങ് സൈസ്. അപ്പം ഇത് ലിഫ്റ്റപ്പ് ഉള്ള ബെഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത് ഈ ലിഫ്റ്റപ്പ് ഉള്ള ബെഡാണ് ചിൽഡ്രൻ റൂമിനകത്ത് ഇട്ടത്. ലിഫ്റ്റപ്പ് ഉള്ള ബെഡ്, അതേപോലെ ഇതാണ് ലിഫ്റ്റപ്പ് ഉള്ള ബെഡ്. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റഡി ടേബിള്, ഇതും ഞങ്ങളുടെ തന്നെ പ്രൊഡക്റ്റാണ്. ചെയർ, ഈ വാർഡ്രോബ് ഈ വോളിലോട്ട് വേണമെങ്കിലും കൊണ്ടുവരാം. ഞാൻ എന്നാ ഉദ്ദേശിച്ചത്, ഈ ബേ വിൻഡോ കുറച്ചും കൂടെ അവിടെ ഇരിക്കുന്നതൊക്കെ വിസിബിൾ ആയിരിക്കും, എൻട്രിയും ഇതുമെല്ലാം. മാത്രമല്ല ഈ സ്റ്റഡി ടേബിളിൽ ഇരിക്കുന്ന ആൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇവിടുന്ന് എന്ത് വേണേലും അങ്ങനെ ചെയ്യാനും പറ്റും. ഈ ബേ വിൻഡോ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ടാണ് വാർഡ്രോബ് ഈ സൈഡിലോട്ട് വന്നത്. ഇത് 1000-ന്റെ വാർഡ്രോബാണ്. ഇതിന്റെ മിറർ നമുക്ക് ഈ ഡോറിൽ നമ്മൾ പറയുന്ന പോലെ അവർ പേസ്റ്റ് ചെയ്ത് തരും. കമ്പനി തന്നെ ഏത് ഡോറിലാണ് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോറിൽ തന്നെ നമുക്ക് അത് മെൻഷൻ ചെയ്ത് തരും. 2 ഡബിൾ ഡോറ്. ഈ 2 ഡബിൾ ഡോറിനകത്ത് സെക്ഷൻ കട്ട് ചെയ്തിട്ട് വേണം അത് എടുക്കാൻ. ഞാനത് കുറേ സമയം ഇതിനകത്ത് ആയത് കാരണം ഞാൻ ആ സെക്ഷൻ കട്ട് ബാക്കി ബെഡ്റൂമിനകത്തൊന്നും ചെയ്തില്ല. അത് നെക്സ്റ്റ് ഡീറ്റെയിൽഡ് വീഡിയോക്കകത്ത് അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ലേഔട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. ഇതൊരു പ്രൈമറി ആയിട്ട് ഉള്ള ഡിസ്കഷൻ. അപ്പം ഈ വാർഡ്രോബ് ലോഫ്റ്റ് യൂണിറ്റ് ഒരു പ്രോഡക്റ്റ്, 1000-ന്റെ വാർഡ്രോബ് ഒരെണ്ണം, ലിഫ്റ്റപ്പിന്റെ ബെഡ്, അതേപോലെ ബുക്ക് ഷെൽഫ്, ഇത് ഞങ്ങളുടെ ബുക്ക് ഷെൽഫ് തന്നെയാണ്, സ്റ്റഡി ടേബിള്, ചെയറിന്റെ ഒക്കെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അകത്ത് മെറ്റല. ഒരിക്കലും ചെയർ ഒരു 5-6 മാസം കഴിയുമ്പോൾ പതിയെ ഈ ഹാൻഡിലിന്റെ ഒക്കെ നമ്മൾ പിടിച്ച് കയറി കഴിയുമ്പോൾ ആ ഇളക്കം തുടങ്ങും. ഇതിനകത്തൊന്നും ആ പ്രശ്നങ്ങളെ വരുന്നില്ല. അതേപോലെ തന്നെ 90 സെന്റിമീറ്ററിന്റെ 2 30 സെന്റിമീറ്റർ ഡെപ്ത് ഉള്ള വോൾ യൂണിറ്റ്, ബുക്കുകൾ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉള്ള രീതിയിൽ. ഇതിന്റെ ഹെഡ് റെസ്റ്റ് ഞാൻ ഫേസ് ടുവേഴ്സ് വെസ്റ്റ് ഈ ഒരു രീതി കൊണ്ടുവന്നു. ഇവിടെ ആയിരിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് ബെഡ്റൂം 2-നകത്ത് ഈ ചെസ്റ്റ് യൂണിറ്റ് എന്നൊരു യൂണിറ്റ് ഉണ്ട്. ചെസ്റ്റ് യൂണിറ്റ് ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് നോർമൽ ബെഡാണ്. ഈ നോർമൽ ബെഡ് തന്നെ കാരണം നോക്കിയേക്കണം ഇതിന്റെ മെഷർമെന്റുകൾ.
ഇതുണ്ട്. ഈ മെഷർമെന്റ് 92 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ വിട്ടാണ്. ഇത് സിംഗിൾ കോട്ട്. ഈ 123 എന്ന് പറയുന്നത് ഡബിൾ കോട്ട്, 154 എന്ന് പറയുന്നത് ക്വീൻ സൈസ്, 184 എന്ന് പറയുന്നത് കിങ് സൈസ്. ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത് 123 എന്ന് പറഞ്ഞത് നോർമൽ ഡബിൾ കോട്ടാണ്. അപ്പം ഡബിൾ കോട്ട് സൈഡിൽ ഞാനൊരു നമ്മുടെ ബെഡ് സൈഡ് ടേബിള് നമ്മൾ ഇട്ടിട്ടുണ്ട്. ബെഡ് സൈഡ് ടേബിള് എല്ലാം ഹെഡ് റെസ്റ്റ് ഉള്ള മോഡലാണ്. ഇവിടെ ഇങ്ങനൊരു ചെസ്റ്റ് യൂണിറ്റ്, മേളിൽ എൻ്റെ ലോഫ്റ്റ് യൂണിറ്റ്, പിന്നെ ഈ സെക്ഷൻ കട്ട് ചെയ്തിട്ട് കാണിച്ചാൽ കുറച്ചും കൂടെ വൃത്തിയായിരിക്കും. അല്ലെങ്കിൽ ഇത് ഈ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ബെഡ്റൂം 2-നകത്ത്. അപ്പൊ ഈ ഡോർ തുറക്കാൻ ഇതൊന്നും പ്രയാസം വരത്തില്ല. ഡോർ തുറക്കാനും ഇതൊന്നും പ്രയാസം വരത്തില്ല. പിന്നെ നമ്മൾ നേരെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോയി കഴിയുമ്പോഴേ, മാസ്റ്റർ ബെഡ്റൂമിനകത്ത് നമ്മൾ ഡബിൾ കോട്ടും സൈഡിലൊരു ഇത് സൈഡിലൊരു ബെഡ് സൈഡ് ടേബിളും കൂടെ വന്നു കഴിയുമ്പോൾ കുറച്ച് പാസേജ് കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമുക്ക് എല്ലാ ടൈപ്പ് വാർഡ്രോബ്സ് ഉണ്ട്. ഈ ലോഫ്റ്റ് സ്ലൈഡിങ് വാർഡ്രോബ്സിന് സ്ലൈഡിങ് വാർഡ്രോബ്സ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്ലൈഡിങ് വാർഡ്രോബ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. സ്ലൈഡിങ് വാർഡ്രോബ് ഒഴിവാക്കിയിട്ട് നോർമൽ വാർഡ്രോബിലോട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. ഈ രണ്ട് ബെഡ്റൂമിനും പോയിന്റുകളും കാര്യങ്ങളും ഒന്നും നോക്കിയില്ലായിരുന്നു. അന്നെല്ലാം പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം, പൊടി കൂടുതലുണ്ടായിരുന്ന കാരണം കിച്ചന്റെ ഡീറ്റെയിൽസ് മാത്രമേ അന്ന് എടുത്തിട്ടുള്ളായിരുന്നു. അപ്പം അത് ഒന്നും കൂടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് തന്നെ നമുക്ക് കിച്ചന്റെ ഇത് ബെഡിന്റെ സൈസും കാര്യങ്ങളെല്ലാം നോക്കാം. ഇതൊരു പ്രൈമറി ആയിട്ട് ബെഡ്റൂമിനകത്തുള്ള കൺസെപ്റ്റാണ്. ഇത് ചിൽഡ്രൻ ബെഡ്റൂമിനകത്ത് ഇവിടെയാണ് ഹെഡ് റെസ്റ്റ് വരുന്നത്. അത് ടുവേഴ്സ് വെസ്റ്റ്, ഇത് ടുവേഴ്സ് ഈസ്റ്റ്, ഇത് ടുവേഴ്സ് നോർത്ത്. ഒന്നും തന്നെ സൗത്തിലോട്ട് ഹെഡ് റെസ്റ്റ് ഇല്ല. ഇങ്ങനെയാണ് അതിൻ്റെ നിലവിലത്തെ ഡിസൈൻ ചെയ്ത പൊസിഷൻ. ഒരു ഇടത്ത് ലോഫ്റ്റ് യൂണിറ്റ് വെച്ചു, ഒരിടത്ത് ഡബിൾ ഡോറ് ലോഫ്റ്റ് യൂണിറ്റ്, ഒരിടത്ത് സ്ലൈഡിങ് ഡോറ്, വേറൊരു നോർമൽ ഡോർസ്. ഇവിടെ വരുമ്പം ചെസ്റ്റ് യൂണിറ്റ് പ്ലസ് നോർമൽ വാർഡ്രോബ്. ഓക്കെ സാർ, താങ്ക് യു.